ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അമ്മ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ, പക്ഷേ രാവിലെ ഓരോ തിരക്കിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പം വിചാരിച്ചു ഒരു ഉച്ച മുതലുള്ളൊരു ഡേ എങ്കിലും വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ കറി വെക്കാൻ പോകട്ടെ. ചോറെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു അതൊന്ന് വേഗം കറി വെക്കാമെന്ന് ചോദിച്ചേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഉള്ളി മുറിച്ചിടുമ്പോൾ എപ്പോൾ ഒരു കരച്ചിൽ മതി വേണ്ട. കുറേ നാളായിട്ട് മുറിച്ചിടുന്നുണ്ട്, എന്നാലും ഉള്ളി കരയിച്ചിട്ട് ഉള്ളിക്ക് ഒരു സമാധാനമാണ്. ചിലർക്കെല്ലാം കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട്, പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ അത് വളരെ ഉച്ചവെടുത്തിട്ട് അങ്ങനെ വേദന വിളിച്ചു പറയും. ഇത് പച്ചക്കറി കൊണ്ടുവന്ന വണ്ടിയിൽ കേട്ടോ വിളിച്ചു പറയുന്നത്. അപ്പുറത്തെ റോട്ട് മേലിട്ടാണ് പോയിട്ട്. നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ അധികം വെളുത്ത് കുറവാണ്, അങ്ങ് പോയിരിക്കും. അപ്പം ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞ ശേഷം നോക്കണം. അപ്പം ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്, കാണില്ല. അപ്പം ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വറുത്തരച്ച് കറി വെക്കാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഉള്ളിയെല്ലാം വാട്ടി മസാല ഇട്ട് ചിക്കനോട്ട് അത് വേവിച്ചെടുക്കാമെന്ന ടൈമിലേക്ക്. ഞാൻ പിന്നെ പാനിലോ മറ്റേ നോൺ സ്റ്റിക്ക് പാനിലൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ ചിക്കൻ കറി വെക്കുന്ന സ്ഥിരമായിട്ടുള്ള പാത്രമായിട്ട് ഇത്. പിന്നെ അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറി ഉണ്ടാക്കാം. ഇന്ന് കറി ഉണ്ടാക്കുന്ന ഇതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ചിക്കൻ കറിയിൽ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ വെറുതെ എന്തിനാണ് വീഡിയോ ഒന്നും ലെങ്ത്ത് കൂട്ടുന്നത്. അപ്പം ഞാൻ അത് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഞാൻ കറി ആക്കട്ടെ. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം. എടുത്ത് ഉപയോഗിച്ച പാത്രങ്ങൾ ഞാൻ അപ്പാടപ്പാട് കൈവെക്കട്ടെ. കൈയോടെ കൈവച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് കൂടി നിൽക്കുമ്പോൾ കഴുകാൻ ചെറിയ മടിയായിരിക്കും. അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ അതവിടെ തന്നെയാവും. അപ്പോൾ ഞാനതൊന്ന് വേഗം കൈയോടെ ഒന്ന് അങ്ങോട്ട് കൈയിട്ടാൽ ആ പണി അടുത്ത് വരുന്നല്ലോ. കറി അടുപ്പത്തിരുന്ന് തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ അടിയിലൊന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വലിയ പണിയില്ലല്ലോ. ഉള്ളി വാടി വന്നപ്പം കുറച്ച് അടിയിൽ കരിഞ്ഞ് പോയി കേട്ടോ. അപ്പോൾ ഞാൻ ലേശം തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഉള്ളിയെല്ലാം അങ്ങനെ റെഡി ആയിട്ടുണ്ട്, നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ചിക്കൻ ഇടാം. അപ്പോൾ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ചൊന്ന് അടിച്ചു വാരി തുടച്ചിടാനുണ്ടേനും, പക്ഷെ ഞാൻ ഇന്ന് തുടച്ചില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പം ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ തുടച്ചിട്ടൊന്നും കാര്യമില്ല. എന്തായാലും ഡെയിലി ഒരു 2 വട്ടം തുടച്ചാലേ നീറ്റായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതായാലും വൈകിട്ട് തുടക്കാനേ. പിന്നെ അംഗൻവാടി വിട്ട് വന്നിട്ട് മോള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, ആകെ ചവിട്ടിയിട്ട് ചളിയാക്കും. അപ്പോൾ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ഒന്നും കൂടി അടിച്ചു വാരി തുടച്ചിട്ട് നല്ലതല്ലേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെയെല്ലാം ഇഷ്ടംപോലെ നായ്ക്കളുണ്ട് കേട്ടോ. കുറേ കൂട്ടം കൂടിയിട്ട് വരും. എന്നിട്ട് ഈ ഇറയത്തെല്ലാം കിടന്നിട്ട് ഫുള്ള് രോമമായി അവിടെ ഉറുമ്പ് വന്ന് ആകപ്പാട് വൃത്തികേടാക്കിയിട്ട് പോകും. എത്ര നീറ്റാക്കിയിട്ടിട്ട് കഴിഞ്ഞാലും പിന്നെയും വന്ന് കിടന്ന് ആകപ്പാട് അലങ്കോലാക്കി ഇടും കേട്ടോ.
നമ്മൾ ഇറയെന്ന് പറഞ്ഞാൽ ഇറയം മീൻസ് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പറയുക, ചേതി എന്നെല്ലാം പറയും. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് നീളത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം അങ്ങ് വേറെ ഒന്നും എല്ലാം ഫുൾ ഓപ്പണിങ് ആയതുകൊണ്ട് തന്നെ കയറിയിട്ട് വരാനെല്ലാം ഭയങ്കര ഈസിയാണല്ലോ. അപ്പോൾ 4 സൈഡിലൂട്ടിയും കയറി വരും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ സൈഡിൽ ചെടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. ഇതിപ്പം വെച്ചു എന്ന് വെച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും അതിലൂടെയെങ്കിലും കയറാണ്ടിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് അവിടെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാ. അപ്പം ഇപ്പം സമയം 3:15 അപ്പം നമുക്ക് അംഗൻവാടി പോകാം, മോളെ കൂട്ടണം. 3:30 അംഗൻവാടി വിടും. പക്ഷെ ഞാനിവിടുന്ന് 3:15 വിട്ടാലേ 3:30 ആകുമ്പോഴത്തേക്ക് നടന്നിട്ട് അടുത്തം വരെ എത്തുള്ളൂ. അപ്പം നമുക്ക് വീടും പൂട്ടിയിട്ട് വേഗം ഇറങ്ങാം. ഈ ഡോറ് മഴ പെയ്യുന്ന ടൈമായോണ്ടാന്ന് തോന്നി ഭയങ്കര ടൈറ്റാണ് ഡോറ്. തുറക്കണമെങ്കിൽ തന്നെ 2 ആളെ പണിയുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും എല്ലാം നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോകാം. മഴേനെ ഇപ്പം വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പം നല്ല വെയിലുണ്ട്, എപ്പോൾ ആ മഴ പെയ്യാന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഏതായാലും ഇറങ്ങാം. നനഞ്ഞ ബാഗ് നനച്ചാ? അയ്യോ, ഇനി എങ്ങനെ നാളെ എടുക്കുക? നനഞ്ഞില്ലേ? അമ്മ കുളിച്ചില്ല, ഇച്ചു കുളിച്ചില്ലേ? ഇല്ല, സമയമില്ല. കുറച്ചും കൂടി സമയമാണോ? ആ സുന്ദരിയായി. ഇവള് പറയാന്നേ, ഞാൻ കുളിക്കാത്തോണ്ട് തന്നെ കാണാൻ രസമില്ല, അമ്മ പോയി കുളിക്കുക. നല്ല മോള. നമ്മളെ വീട്ടിലെ കൊച്ചു വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് വീഡിയോ കണ്ടോ കേട്ടോ. അപ്പം ചായക്ക് കടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിൽ നനച്ചതാണേ. തണിയിട്ട് കഴിക്കുള്ളൂ. ഇടിവോട്ട്
രാവിലെ അലക്കൊന്നും നടക്കാത്തതുകൊണ്ട് കുറച്ച് തുണി കഴുകിയിടാനുണ്ട് ഇതിന്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കഴുകിയിട്ട് പിന്നെ വേസ്റ്റ് കൊണ്ട് മറിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ചില പണികളുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് കുളിക്കുക, വിളക്ക് കത്തിക്കുക, അതൊക്കെ കേട്ടോ. ഇനി വൈകിട്ടത്തെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പുറത്തൊന്നും അങ്ങനെ വേസ്റ്റ് തട്ടാനുള്ള സ്ഥലമില്ല കേട്ടോ. കാരണം ചുറ്റോട് വീടായതുകൊണ്ട് പുറത്തൊന്നും അങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാനൊന്ന് വേഗം എല്ലാം ഒന്ന് അലക്കിയിട്ടിട്ട് ശേഷം കുളിക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. നമ്മളെ കുളിയും കാര്യമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളോട് ഇരുന്നിട്ട് കാട്ടുന്നതാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. രാത്രിയത്തെ ഒന്നും പ്രത്യേകിച്ചൊന്നും വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും. അപ്പോൾ ഓക്കെ ബൈ.